ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ, നമുക്ക് ചുരുക്കി HRE എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്? മനുഷ്യ അവകാശങ്ങൾ. ഒരു മനുഷ്യന് വേണ്ട ബേസിക് അല്ലെങ്കിൽ മിനിമം നീഡ്സ് അല്ലെങ്കിൽ മിനിമം ആയിട്ടുള്ളൊരു അവകാശത്തിനെയാണ്, റൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മഹത്വത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ റെസ്പെക്റ്റിനെയും ഒക്കെ ഉണർത്തുന്ന ഒരു സാധനമാണ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മൾ ഓരോ മനുഷ്യരും ഓരോ കാറ്റഗറിയിലാണ് ജനിച്ചേക്കുന്നത്. നമ്മൾ ജനിച്ചപ്പോൾ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് ഓരോ കാസ്റ്റ്, ഓരോ കളറിൻ്റെ ബേസിൽ പണക്കാരൻ, പാവപ്പെട്ട എന്ന രീതിയിൽ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ പല കാറ്റഗറി ഉണ്ടെങ്കിലും എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യ അവകാശങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മുതലേ ചില ബുക്കുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സിൽ തന്നെ പല പല റൈറ്റുകൾ വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് തന്നെ ഉൾപ്പെടുന്ന പല പല റൈറ്റ്സുകൾ വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ബുക്കുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിനെ എവിടെ ഉപയോഗിക്കണം, നമുക്കത് എവിടെയാണ് കിട്ടേണ്ടത്, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോടത് കാണിക്കേണ്ടത്, അതിനെക്കുറിച്ചൊന്നും എന്ത് ചെയ്യത്തില്ല, ആർക്കും അറിയത്തില്ല. അതിനു വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കിയാലോ. Human rights education is defined as training, determination of information, efforts aimed at building a universal culture of human rights by imparting knowledge and skills and molding attitudes. ഇത്രയേ ഉള്ളൂ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷൻ ഫീൽഡിലോ ബുക്കുകളിലോ ട്രെയിനിങ്ങിലോ ഒക്കെ നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള അറിവ് എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ടും, എന്നിട്ട് അതിനൊരു യൂണിവേഴ്സൽ കൾച്ചർ എന്ന് വെച്ചാൽ കേരളത്തിൽ നമ്മളെല്ലാവരും ഒരേ കൾച്ചറിലല്ലേ പോകുന്നത്, അതുപോലെ ഈ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ളതും ഒരു കൾച്ചറായിട്ട് എല്ലാ സ്ഥലത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന സംഭവമാണ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും, അതൊരു ഈ ഹ്യൂമൻ റൈറ്റ്സിനെ ഒരു കൾച്ചറാക്കി മാറ്റുകയും ചെയ്യും. അതുപോലെ ഇമ്പാർട്ടിങ് നോളേജ്, ഇമ്പാർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് നൽകുന്നുണ്ട്, പകരുന്നുണ്ട്, നോളേജ് നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ നോളേജ് ആൻഡ് സ്കിൽസ് ആൻഡ് മൗൾഡിങ് ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിൽ വരെ എന്ത് ചെയ്യും, വ്യത്യാസം വരും. അപ്പോൾ അതാണ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ ബേസിക്സ്. എഡ്യൂക്കേഷൻ ഫീൽഡിലോ ട്രെയിനിങ് ഫീൽഡിലോ ബാക്കി ഏതെങ്കിലും ഒരു ഫീൽഡിലൊക്കെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്നും പല സ്ഥലത്തും ഞാൻ പറഞ്ഞല്ലോ, ബുക്കുകളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് എന്ത് ചെയ്യുന്നില്ല, ആർക്കും അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇന്നും അറിയാത്ത ആൾക്കാരുമുണ്ട്. ഉൾഗ്രാമത്തിലൊക്കെ പെട്ട ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും എന്ത് ചെയ്യത്തില്ല, ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതാണ് എന്തെന്ന് പറയുക, ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ. അക്കോർഡിംഗ് ടു ദി ഡെഫിനിഷൻ ബൈ UNO's General Assembly, human rights education refers to that which helps people placed at different levels of economic progress and development and belonging to different social and religious groups to learn and adhere throughout life. അപ്പോൾ നമ്മുടെ ആരുടെ അനുസരിച്ച്, UNO ജനറൽ അസംബ്ലി അനുസരിച്ച് അവർ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നത് വിച്ച് ഹെൽപ്സ് പീപ്പിൾ, അത് പീപ്പിളിനെ സഹായിക്കും, പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് എക്കണോമിക് പ്രോഗ്രസ്. പല എക്കണോമിക്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പല കാറ്റഗറിയിലായിട്ട് നമ്മളെ ഇട്ടിട്ടുണ്ട്. അത് എക്കണോമിക് പരമാവട്ടെ അല്ലാത്ത ഡെവലപ്മെൻ്റ് ആവട്ടെ, അതിൽപ്പെട്ട നമ്മുടെ എല്ലാ ആൾക്കാരെയും ആൻഡ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് സോഷ്യൽ ആൻഡ് റിലീജിയസ്, പല മതത്തിലും ഇതിലും പെട്ട ആൾക്കാരെയും ടു ലേൺ ആൻഡ് അഡ്ഹിയർ ത്രൂ ഔട്ട് ലൈഫ്. അവരെന്ത് ചെയ്യുക, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പഠിപ്പിക്കാനും അതിനെക്കുറിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ഇൻഡസ്ട്രീസ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ സച്ച് എലമെൻറ്റ്സ് കൺസിസ്റ്റിംഗ് എ സിവിലൈസ്ഡ് സൊസൈറ്റി ഷുഡ് ടേക്ക് the responsibility in providing human rights education. ഇന്ന് നമ്മുടെ ഏത് ഗവൺമെൻറ് സ്ഥാപനങ്ങളാവട്ടെ, ഗവൺമെൻറ് അല്ലാത്ത സ്ഥാപനങ്ങളാവട്ടെ, ഫാക്ടറി ആവട്ടെ, ഇൻഡസ്ട്രി ആവട്ടെ, വെറും നമ്മുടെ ഒരു ഫാമിലിയിൽ പോലെ ആവട്ടെ, അവിടെ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, അതിനെ അറിയാനുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ആരും എവിടെയും പറയരുത്, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താനുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്. ഏതൊരു ഏജൻസി ആയാലും അവർ ഈ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ഭാവിയിൽ വരുന്ന ഏതൊരു കുട്ടിക്കായാലും അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് വരുമ്പോഴേ അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് എന്താണ്
ഇന്ന് അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവിടെ ചെന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിനെക്കുറിച്ച് അറിയാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളെ പല സ്ഥലങ്ങളിലും അതൊന്നുമല്ല നടക്കുന്നത്. പല സ്ഥലങ്ങളിലും നിങ്ങൾ വാർത്തയിലും മറ്റിലും ഒക്കെ കാണുന്നുണ്ടായിരിക്കും ഹ്യൂമൻ റൈറ്റ്സിനെ അടിച്ചമർത്തുന്നതും ഇന്നും പലർക്കും അറിയാത്തതിൻ്റെ പേരിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നത്. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ഒരു ബേസിക് കാര്യമാണ് പറഞ്ഞത്. മനുഷ്യൻ്റെ അവകാശങ്ങളെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ ചുരുക്കി HRE എന്ന് പറയും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ചുള്ള നോളേജ് പല ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ചുള്ള നോളേജ് എത്തിക്കഴിയുമ്പോൾ അതൊരു യൂണിവേഴ്സൽ കൾച്ചറായിട്ട് പറ്റും. പക്ഷേ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് അറിയാൻ പറ്റും. അവർക്ക് അതിൻ്റെ നോളേജ് കിട്ടുമ്പോൾ അവരുടെ നോളേജിലാവട്ടെ, അവരുടെ സ്കിൽസിലാവട്ടെ, അവരുടെ ബിഹേവിയറിലാവട്ടെ, അവരുടെ ആറ്റിറ്റ്യൂഡിലാവട്ടെ, അതിലൊക്കെ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും. ഇനി നമ്മുടെ ജനറൽ അസംബ്ലി പറഞ്ഞ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ ഉത്തരവാദിത്തം നമ്മളുടെയൊക്കെ കയ്യിലാണ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.